Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോഗണിൻ്റെ വീഡിയോ ആണ്. ബ്ലോഗൺ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞുതരാം. അതിൻ്റെ മലയാളത്തിലുള്ള പേര് ഊത്തുളി എന്നാണ്. പണ്ട് കാലത്തുള്ളവരൊക്കെ വേട്ടയാടാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അവർ ചെയ്തിരുന്നത് മുള കൊണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് PVC പൈപ്പൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് 1K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലിട്ടാൻ പോയാലോ. നമുക്ക് ഗൺ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലൊരു പൈപ്പാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു പൈപ്പ്. ഇതുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിൽ ഒരു സംഭവം അല്ലാതെ നോർമൽ ആയിട്ടുള്ളൊരു പൈപ്പ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഇൻസുലേഷൻ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഈ ഇൻസുലേഷൻ ഒട്ടിക്കുന്നത്. ഇതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇൻസുലേഷനൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഇത് ഗണ്ണിൻ്റെ പരിപാടി നമുക്ക് ഫിനിഷായി. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ള ബുള്ളറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതേപോലുള്ള സ്ക്വയർ പീസിൽ നമ്മൾ ഒരു പേപ്പറിൻ്റെ പീസ് എടുത്തു. അതേപോലെ തന്നെ ഇതേപോലെ കോൺക്രീറ്റ് ആണിയോ അല്ലെങ്കിൽ ഇതേപോലുള്ള കുറച്ച് കമ്പി കഷ്ണങ്ങൾ, നമ്മൾ ഇതേപോലത്തെ ഈ ഒരു കമ്പിയുടെ കഷ്ണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോൺക്രീറ്റ് ആണി ഒന്നേ നമ്മുടെ കയ്യിലുള്ളൂ, അതുകൊണ്ടാണ് ഇതേപോലുള്ള കമ്പി വെച്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കോൺക്രീറ്റ് ആണി വെച്ചുകൊണ്ടും നമ്മൾ ചെയ്ത് കാണിച്ച് തരാം എങ്ങനെയാണ് ബുള്ളറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ പേപ്പർ പീസ് എടുത്തതിന് ശേഷം ഈ ഒരു കോൺ ഷേപ്പിൽ മടക്കിയെടുക്കണം. പേപ്പർ പീസിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അളവിന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കോൺ ഷേപ്പിൽ മടക്കിയതിന് ശേഷം ആ ഒരു കോൺക്രീറ്റാണ് നമ്മൾ ഇതേപോലെ അങ്ങ് കയറ്റി വെച്ച് കൊടുക്കുക ഒരു ഹോളിലൂടെ. എന്നിട്ട് നമ്മൾ ഇതേപോലെ കോൺ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. ഇതേപോലെ ചുറ്റിയതിന് ശേഷം ആ ഒരു ആണിയുടെ കുറച്ച് ഭാഗം മാത്രം പുറത്തോട്ട് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചുറ്റിയെടുക്കാനായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ആ ഒരു ആണിയും അതേപോലെ തന്നെ ആ പേപ്പറും കൂട്ടി ഒട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ചൊന്ന് ഒട്ടിച്ച് കൂടി കൊടുക്കണം. എന്നാലേ നല്ല പവറായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മളിത് ഇതേപോലെ വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ സെറ്റായി ഇരുന്നോളും. ഇനി നമുക്കിത് ഇതേപോലുള്ള കുറച്ചും കൂടി ബുള്ളറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഇനി ഉണ്ടാക്കുന്നത് നമ്മൾ അതേപോലുള്ള കമ്പി കഷ്ണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി ബുള്ളറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതേപോലെ ഉണ്ടാക്കിയ ബുള്ളറ്റ് ഈ ഒരു ഗണ്ണിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ എടുക്കുന്ന ടൈമിൽ അതുമ്പോൾ ചെറിയൊരു അടയാളം ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുമെന്നറിയത്തില്ല, ചെറുതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു അടയാളം കണ്ടു. ഈ ഒരു അടയാളത്തിൽ വേണം നമ്മളിനി കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അതിൽ ഫിറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലൂസ് ആവാനും പാടില്ല, ടൈറ്റ് ആവാനും പാടില്ല. ഈ നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ കാണാം ലൂസും അല്ല ടൈറ്റും അല്ല, ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും, കറക്റ്റ് ഒരു ഫിറ്റ്നസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ വേണം നിങ്ങളും ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു കമ്പി വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ബുള്ളറ്റ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. 6 വേണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടെ ഒരു ബോർഡിൽ നമ്മൾ ഇതേപോലെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ബുള്ളറ്റ് നമ്മുടെ ഗണ്ണിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതേപോലെ വായ വെച്ചുകൊണ്ട് ഒന്ന് ഊതി കൊടുത്താൽ മതി. നല്ല പവർ തന്നെ പോവും. അധികം ദൂരമൊന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ദൂരം. ഇപ്പോൾ നിങ്ങൾ സ്ലോ മോഷനിൽ ഒരു ഇത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു ഇത് വരുന്നത് ഇതേപോലെ ആയിരിക്കും. തുളച്ച് കയറി നിൽക്കും. ജസ്റ്റ് അപകടമാണ്. നിങ്ങൾ മേത്തൊക്കെ തട്ടി കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടനോട് തൊട്ട് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സായി. അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് അടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.